അപ്പോൾ എല്ലാവർക്കും ഫ്ലേവേഴ്സ് ആൻഡ് സ്റ്റോറീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചില്ലി ചിക്കനാണ്. അപ്പം എത്ര എടുത്തിട്ടുണ്ട്? 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ബാക്കി ഇൻഗ്രീഡിയൻസുകൾ ഇതിനകത്തേക്ക് വേണ്ടത് സ്പ്രിംഗ് ഓണിയൻ വേണം, ഒരു മുട്ട വേണം, 2 പച്ചമുളക്, 1 പീസ് ഇഞ്ചി, ക്യാപ്സിക്കം 2 കളർ എടുത്തിട്ടുണ്ട്, സവാള 2 എടുത്തിട്ടുണ്ട്, പിന്നെ ഇത് കോൺഫ്ലവർ ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട്. ഇത് 2 സ്പൂൺ കോൺഫ്ലവർ 1/2 കപ്പ് വെള്ളത്തിൽ കലക്കി വെച്ചേക്കുന്നതാണ്. 1/2 കിലോ ചിക്കൻ്റെ വെളുത്തുള്ളിയുടെ അളവ് ഇത് ഒരു 10-20 വെളുത്തുള്ളി അരിഞ്ഞു വെച്ചേക്കും. ഇത് സോസുകളാണ്. ഇത് റെഡ് ചില്ലി സോസ് ഉണ്ട്, സോയാ സോസ്, ഗ്രീൻ ചില്ലി, ടൊമാറ്റോ സോസ്, ഓയില്. ഇത്രയാണ് വേണ്ടത്. ആദ്യം നമ്മൾ ഈ ചിക്കനിലേക്ക് കുറച്ച് കുരുമുളക്, ഉപ്പ് ഇതെല്ലാം കൊണ്ട് പുരട്ടി ഒന്ന് 1/2 മണിക്കൂർ വെക്കണം. അതിന് വേണ്ടിയിട്ടുള്ളത് ചെയ്യാം നമുക്ക്. കോൺഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് 2 ടീസ്പൂണോളം കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂണോളം ഉപ്പ്, ഇതിലേക്ക് 1/2 ടീസ്പൂണോളം റെഡ് ചില്ലി സോസ്, 1/2 ടീസ്പൂൺ സോയാ സോസ്, ഒരു മുട്ടയും കൂടി അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇതിന് ഒരു 1/2 മണിക്കൂർ നമ്മൾ ഇത് വെച്ചേക്കണം. 1/2 മണിക്കൂർ വെച്ചതിന് ശേഷം എടുത്ത് ഫ്രൈ ചെയ്യാം. ഫ്രിഡ്ജിൽ വയ്ക്കണ്ട, നമ്മൾ വെളിയിൽ വെച്ചിരുന്നാൽ മതി. 1/2 മണിക്കൂർ വെളിയിൽ അടച്ചു വെച്ചിരുന്നാൽ മതി. അതിന് ശേഷം എടുത്ത് ഫ്രൈ ചെയ്യാം. ഇതിൻ്റെ വൈറ്റും ഗ്രീനും 2 പാർട്ടായിട്ട് അരിഞ്ഞെടുക്കണം. ഇതുപോലെ ഏതെണ്ണത്തിലായിട്ട് നമ്മൾ ഇളക്കിയെടുക്കണം. ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കണം. ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം. പാൻ ചൂടായി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ മറിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഞാൻ എടുത്തത് വെജിറ്റബിൾ വഴറ്റിയെടുക്കാം. നമ്മൾ ഈ ചിക്കൻ പൊരിച്ച എണ്ണ തന്നെ കുറച്ച് എണ്ണ ഇതിലേക്ക് ചേർക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം.
ഇതിലേക്ക് തന്നെ നമുക്ക് പച്ചമുളക്, ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ ക്യാപ്സിക്കം, സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഗ്രീൻ പാർട്ട് നമുക്ക് ലാസ്റ്റ് ഇടാനുള്ളതാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. വഴന്ന് വരണം, വാടി വരണം. ഒരു മൂക്കാതെ വഴന്ന് വന്നാൽ മതി. കുറച്ച് ഉപ്പിട്ടിടുക, കുറച്ചേ ഇടാവൂ. സോസിലൊക്കെ ഉപ്പുള്ളതുകൊണ്ട് ഉപ്പ് അതനുസരിച്ച് നോക്കി കുറച്ചേ ഇടാവൂ. ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ലാസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് സോസ് ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ ചില്ലി സോസ്, 1.5 ടീസ്പൂണോളം ടൊമാറ്റോ സോസ്. ഇതെല്ലാം ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് വെക്കണം. ഒരു 1.25 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിനകത്ത് ഗ്രേവി വേണമെന്നുള്ളവർക്ക് വെള്ളം ചേർക്കാം. ഗ്രേവി വേണ്ട എന്നുള്ളവർക്ക് ഈ സമയത്ത് തന്നെ ഇതിനകത്തോട്ട് ചിക്കൻ ചേർത്തെടുക്കാൻ പറ്റും. നമുക്ക് കുറച്ച് ഗ്രേവി ആവശ്യമുള്ളവർക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചൂട് വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 3/4 കപ്പോളം ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഇതിൽ സോസിൻ്റെ അളവ് കുറച്ച് കുറവായിരുന്നു നോക്കിയപ്പോൾ 1 ടീസ്പൂൺ വീതം ചെറിയ സ്പൂണിലല്ലേ ഇട്ടത്. അപ്പോൾ ഓരോ സ്പൂൺ കൂടി സോയാ സോസും ചില്ലി സോസും ടൊമാറ്റോ സോസും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 2 ടീസ്പൂൺ വെച്ച് ഇട്ടിട്ടുണ്ട് എല്ലാത്തിനും. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്തെടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. തിളക്കട്ടെ. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഒരു 3 ടീസ്പൂണോളം കോൺഫ്ലവർ ഒരു കപ്പ് വെള്ളത്തിനകത്ത് നമ്മൾ കലക്കിയെടുത്തതാണ്.
അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര അതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. പഞ്ചസാര ചേർക്കുന്ന വിചാരിച്ചാൽ മധുരമൊന്നും അങ്ങനെ കാണത്തില്ല. ഈ സോസിൻ്റെയൊക്കെ പുളിപ്പും ഇതെല്ലാം ബാലൻസ് ആവാൻ വേണ്ടി പഞ്ചസാര ചേർക്കുന്നത് നല്ലതാണ്. നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ടും കൂടി ഇട്ട് കൊടുക്കുക. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.